ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിലെ മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് പക്ഷിക്കൂടുകൾ തകർന്നു. നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തു. പലതിനും ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് മാവ് പൂർണ്ണമായും മുറിക്കാനുള്ള നീക്കം അവസാനിപ്പിച്ചു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപം മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് പക്ഷിക്കൂടുകൾ തകർന്ന നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തു. പഴയ റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് PWD റോഡരികിലെ മാവിലാണ് അപൂർവ ഇനം കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷികൾ കൂടുകൂട്ടിയിരുന്നത്. ശിഖരങ്ങൾ മുറിച്ചതോടെ കൂടുകൾ നിലത്ത് വീണ് തകർന്നു. പക്ഷികളും കുഞ്ഞുങ്ങളും ചത്ത നിലയിലും ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. നിരവധി മുട്ടകളും പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അവധി ദിവസമായ സ്വാതന്ത്ര്യദിനം പ്രയോജനപ്പെടുത്തിയാണ് മരം മുറിച്ചതെന്നാണ് ആരോപണം. അതിന് വെട്ടേണ്ട കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലിങ്ങനെ നെസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. രണ്ടു തരം പക്ഷികളാണ് ഇതിൽ നെസ്റ്റ് ചെയ്യുന്നത്, ലിറ്റിൽ എഗ്രറ്റും മീഡിയം എഗ്രറ്റും. അപ്പോൾ അത് നെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വെട്ടാനുള്ള തീരുമാനം പഞ്ചായത്ത് എടുക്കരുതെന്ന് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വാദത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ഇത് കഴിയും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് മരം വെട്ടാതിരിക്കുക തീരുമാനിക്കും. ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ അത് നാട്ടുകാരുടെ എതിർപ്പുണ്ടാകുകയും ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും പഞ്ചായത്തിന് ഒരു മാനക്കേടാകുമെന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞപ്പോൾ അതിൽ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ വെട്ടാൻ പാടില്ല തീരുമാനം എടുത്തിരിക്കുന്ന കാര്യമായിരുന്നു. മാള PWD എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് മരം മുറിച്ചതെന്ന് കരാറുകാർ പറഞ്ഞതായി നാട്ടുകാർ അറിയിച്ചു. ഈ വെട്ടുന്ന ഈ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വ്യക്തമായ നമ്മുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവില്ല. പിന്നീട് അവരുടെ കോൺട്രാക്ടറിനായിട്ട് സംസാരിച്ചു. ഈ കോൺട്രാക്ടറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് വെട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് ട്രീ കമ്മിറ്റി. ഞാൻ ട്രീ കമ്മിറ്റിയിൽ കാര്യം പറയരുത്, ട്രീ കമ്മിറ്റിയിലുള്ള അംഗമാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു PWD ആണ്. അപ്പോൾ ഏത് PWD ആണ്? ഇരിഞ്ഞാലക്കുട അല്ല, മാളയാണെന്ന് പറഞ്ഞു. മാള PWDയിൽ നിന്ന് ഇവർക്ക് റിമൈൻഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, മരം വെട്ടുന്നു പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾക്ക് വെട്ടാൻ താല്പര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അവർ വെട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. പക്ഷി നിരീക്ഷകൻ KS റാഫി, പരിസ്ഥിതി പ്രവർത്തകൻ രാജ്കുമാർ നമ്പൂതിരി എന്നിവരും നാട്ടുകാരും ഇടപെട്ടതോടെയാണ് മാവ് പൂർണ്ണമായും മുറിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് RRT സംഘം സ്ഥലത്തെത്തി. പരിക്കേറ്റ പക്ഷികളെയും കുഞ്ഞുങ്ങളെയും സംഘം ഏറ്റെടുത്തു. തുടർന്ന് ചിമ്മിനി ഡിവിഷനിലെ മൊബൈൽ സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 2 മാസം മുമ്പ് ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകൾ അവധി ദിവസം മുറിച്ചു മാറ്റാനുള്ള ശ്രമവും പ്രതിഷേധത്തെ തുടർന്ന് തടഞ്ഞിരുന്നു. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അന്ന് മാവുകൾ സംരക്ഷിക്കപ്പെട്ടത്. ഇപ്പോഴും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് മാവുകൾ തൽക്കാലം സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. മീഡിയ ടൈം, ആളൂർ.